നമസ്കാരം. ഏതൊരു രാജ്യത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കരമാർഗവും ജലമാർഗവും വ്യോമമാർഗവും ഉള്ള ഗതാഗത സംവിധാനങ്ങളെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത്തരം സാഹചര്യങ്ങളെ ഇപ്പോഴും നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായി കൂടുതൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ എടുത്തു പറയേണ്ടത് പല ലോകരാഷ്ട്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യോമ ഗതാഗത രംഗത്ത് ഇന്ത്യ വലിയ മുന്നേറ്റം തന്നെയാണ് കൈവരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായും പറയാൻ സാധിക്കും. ഒരു പക്ഷേ കരമാർഗം ഉള്ള ജലമാർഗം ഉള്ള ഗതാഗത സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യോമമാർഗം ഉള്ള ഗതാഗതത്തിന് കുറച്ച് ചിലവ് കൂടുതൽ ആണ്. എങ്കിൽ പോലും പ്രതിദിനം ആയിരക്കണക്കിന് ആഭ്യന്തര സർവീസുകളും അന്താരാഷ്ട്ര സർവീസുകളും ആണ് നമ്മുടെ രാജ്യത്ത് നിന്നും നടത്തുന്നത്. അതിനിടയിൽ ആണ് ഇപ്പോൾ ഇൻഡിഗോ എയർലൈൻസ് എന്നത് വലിയ തോതിൽ വാർത്തയിൽ ഇടം നേടിയിട്ടുള്ളത്. കൂട്ട റദ്ദാക്കലുകൾ മുതൽ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പും രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങളും ഇപ്പോൾ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കടുത്ത പ്രതിസന്ധിയിലൂടെ ആണ് ഇൻഡിഗോ കടന്നു പോകുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്, പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അടക്കം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ ഏതാണ്ട് 33 വിമാന സർവീസുകൾ ആണ് റദ്ദാക്കപ്പെട്ടത്. ബാംഗ്ലൂരുവിൽ 73, മുംബൈയിൽ 85, ഹൈദരാബാദിൽ 68 എന്നിങ്ങനെയാണ് വിമാനങ്ങൾ റദ്ദാക്കിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ദിവസേന ഏകദേശം 2300ഓളം ആഭ്യന്തര സർവീസുകൾ ആണ് നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകളും ഇൻഡിഗോ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഡിഗോയിൽ ആണ് ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയോ ഏറെ വൈകി ഓടുകയോ ചെയ്യുന്നത്. അപ്പോൾ നിരവധിയായ യാത്രക്കാർ ആശ്രയിക്കുന്നത് ഇൻഡിഗോ എയർലൈൻസിനെയാണ് എന്ന് ഈ കണക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഇങ്ങനെ റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുമ്പോൾ വലിയ വെല്ലുവിളിയാണ് യാത്രക്കാർ നേരിടുന്നത് എന്നുള്ളതാണ്. ആ വെല്ലുവിളിക്ക് എന്താണ് മറുപടി എന്നത് പരിശോധിക്കുമ്പോൾ ആണ് ഇൻഡിഗോ പറയുന്നത് ഇതിന് പല കാരണങ്ങൾ ആണ് ഉള്ളത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് പൈലറ്റുമാരുടെ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയം ക്രമീകരിച്ചതും ഇതിന് കാരണമായി ഇൻഡിഗോ പറയുകയാണ്. അതോടൊപ്പം സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും ഈ വിമാനങ്ങൾ റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ വൈകുന്നതിനോ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിഗോയുടെ പ്രതികരണം. പുതിയ ചട്ടങ്ങൾ ആണ് ഇതിന് പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ ചട്ടങ്ങളിൽ DGCA ഇൻഡിഗോയ്ക്ക് താൽക്കാലികമായ ഇളവ് അനുവദിക്കും. പ്രതിസന്ധി നേരിടാൻ കഴിയാത്തതിൽ ഇൻഡിഗോയെ കേന്ദ്ര വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ബാംഗ്ലൂരു, മുംബൈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് യാത്രക്കാർക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് എയർലൈൻ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ആ പ്രസ്താവനയിൽ ആണ് ഈ വിശദാംശങ്ങൾ ഉള്ളത്. എന്തുകൊണ്ടാണ് വിമാനങ്ങൾ വൈകുന്നത് എന്നത് സംബന്ധിച്ച വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ ഈ ഡ്യൂട്ടി ക്രമം എന്നുള്ളതാണ്, പൈലറ്റുമാരുടെ ഡ്യൂട്ടി ക്രമം. ആ ഡ്യൂട്ടി ക്രമം അനുസരിച്ച് നേരത്തെ ഇവരിൽ പലരും ഓവർലോഡായി ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കാത്ത പശ്ചാത്തലം ആണുള്ളത്. ഈ ചട്ടപ്രകാരം പൈലറ്റുമാർക്ക് കൃത്യമായ വിശ്രമം അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശ്രമം അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പൈലറ്റുമാരുടെ എണ്ണത്തിൽ കുറവ് ഉണ്ടായത്. ഈ കുറവാണ് അടിസ്ഥാനപരമായി ഈ പ്രതിസന്ധിക്ക് കാരണം. സാങ്കേതികമായി പിഴവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇത്രയധികം വിമാനങ്ങൾ സാധാരണ നിലയിൽ റദ്ദാക്കപ്പെടാറില്ല. ഒരുപക്ഷെ ജീവനക്കാരുടെ പ്രതിസന്ധി അടക്കമായിരിക്കാം ഈ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്നത്. കാലാവസ്ഥയും പ്രതികൂലമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിലും നമുക്കറിയാം കാലാവസ്ഥയുടെ പ്രതിസന്ധിയെ തുടർന്നും ഇത്തരത്തിൽ വ്യാപകമായി വിമാനങ്ങൾ റദ്ദാക്കപ്പെടാറില്ല, അതും തുടർച്ചയായ ദിവസങ്ങളിൽ. എന്തായാലും പരിഹാരത്തിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പരിഹാരം ഉടൻ കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് എന്നുകൂടിയാണ് ഇൻഡിഗോ പറയുന്നത്. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടുകൂടിയായിരിക്കും ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാവുക എന്നുകൂടിയാണ് ഇൻഡിഗോ പറയുന്നത്.